ഇന്ന് നമ്മളെ അടുക്കളത്തോട്ടത്തിലാണ്. കാരണം പച്ചമുളകുകളാണ്. ഒരു വീടായ ഒരു പച്ചമുളകിൻ്റെ കൊടിയെങ്കിലും വേണം. നമ്മൾ കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്ത് കണ്ട ഈ സൈഡ് ഇത്തിരി കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് വന്നിട്ടാണ് ഞങ്ങൾ പറിച്ചു കൊണ്ടുപോകും. ഇന്ന് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ 4 വെറൈറ്റി മുളകുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നട്ട് പരിപാലിക്കുന്നു, അതിൻ്റെ കീടശല്യം, അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സാധനം, കുരുടിപ്പ് വന്നു പോകും. എല്ലാവരും പറയണത് ഞാൻ പച്ചമുളക് നടൽ നിർത്തിയും. അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ഇതുമ്പോൾ നിങ്ങൾ നോക്കി, ഇതുമ്പോൾ ഒരു കേടുമില്ല, ഒരു വെള്ളീച്ചയില്ല, ഒന്നുമില്ല, നിറച്ച് മുളകുണ്ട്. ഞങ്ങൾ ഡെയിലി ഇതുമ്മേന്ന് പറിച്ചെടുക്കുന്നത്. എന്നിട്ടും ഇതുപോലെ മുളക്. അപ്പോൾ ഇതുപോലെ ഏത് വെറൈറ്റി, ഇപ്പോൾ കാന്താരി ആയാലും വെള്ളക്കാന്താരി, ഇവിടെ ഞങ്ങളിപ്പോൾ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ പച്ചക്കാന്താരി, വെള്ളക്കാന്താരി, ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ പറയണ ചങ്ക് കിഴപ്പെണ്ണ. അപ്പോൾ ഇത്തിരി എരിവ് കൂടുതലാണ്. അതിനും വേറൊരു വഴിയുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്തൊന്നും അരിയില്ല, ഈ അറ്റത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാർട്ട് നമ്മൾ യൂസ് ചെയ്യാതിരുന്ന ആവശ്യത്തിന് എരിവ് ഉണ്ടാവും. ഇപ്പോൾ ആർക്കും നിഷ്പ്രയാസം കൊച്ചുങ്ങൾക്ക് വരെ ചെയ്യാവുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾക്കിപ്പോൾ സീഡ് കിട്ടിയില്ല, ഇപ്പോൾ അങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു മുളക് ഇതുപോലെ പഴുത്ത മുളകുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ മുളകിനെ എടുത്തു വെച്ചാൽ 2 ദിവസം കഴിഞ്ഞാൽ അത് ശരിക്കും പഴുക്കും. അതിൻ്റെ അരിയെടുത്ത് നമ്മൾ തണുത്ത കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച് പിറ്റേ ദിവസം അത് കഴുകി എടുത്തിട്ട് നമ്മൾ പാകി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് മുളച്ച് കിട്ടും. അപ്പോൾ നല്ല കരുത്തോടു കൂടി പറയുകയും ചെയ്യും. അത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ട്രൈ മേടിക്കാൻ കിട്ടും, അതിൽ പാകാം. അല്ലെങ്കിൽ നമ്മളുടെ ചെടിച്ചട്ടിയിൽ തന്നെ കുറച്ച് മണലും കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്ത്, മണ്ണ് മാത്രമായാൽ തറഞ്ഞു പോകാൻ ചാൻസ് കൂടുതൽ. പിന്നെ ചകിരിച്ചോറ് ഓവറായി കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ അതിൽ നിൽക്കാനും ഇത് ചീഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ മണലുണ്ടെങ്കിൽ മണലെടുക്കുക, അല്ലെങ്കിൽ ചകിരിച്ചോറ് കുറച്ചിടുക, മറ്റ് മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് സ്വല്പം ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ ഇത് പാകി കൊടുത്തു കഴിഞ്ഞാൽ മുളച്ച് വരും. അപ്പം നമ്മളുടെ ജീബിനിൽ നമ്മൾ വേസ്റ്റിനെ കമ്പോസ്റ്റാക്കി മാറ്റിയതാണിത്. കിച്ചൺ വേസ്റ്റാണ്. അതെ. ഇപ്പോൾ നല്ല ക്ലീനായിട്ട് നല്ല പൊടിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മുളക് നടാൻ പോവാണ്. അപ്പോൾ അതിന് അടിവളമായിട്ട് കൊടുക്കണം. അപ്പോൾ മണ്ണിലായാലും നമുക്കിത് പാകി മുളപ്പിച്ചെടുക്കാം, എന്നിട്ട് പറിച്ച് നടാം. അപ്പോൾ ഒരു 4 ഇല പരുവത്തിലൊക്കെ വരുമ്പോൾ നമുക്കിത് പറിച്ച് നടണമെന്ന് പറഞ്ഞാൽ നമ്മൾ കാലത്ത് ഒരു കാരണവശാലും നടരുത്, വൈകിട്ട് മാത്രം നടാവൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ചെടി നട്ട് വരുമ്പോൾ വെയിലിൻ്റെ ശല്യം ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ചെറുപ്രായത്തിൽ കൂടുതൽ വെയിലുള്ള സ്ഥലമാണെങ്കിൽ തണൽ കൊടുക്കണം. തണൽ കൊടുത്ത് കുത്തി നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം തളിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഇത് നടണയ്ക്ക് മുമ്പ് മണ്ണൊരുക്കണ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്വല്പം കുമ്മായം ചേർത്ത് റെഡിയാക്കിയിട്ടേക്കണം മണ്ണ്. അതൊരു 2 ആഴ്ച എങ്കിലും അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും കുറഞ്ഞത് കുമ്മായം ചേർത്തിട്ടിരിക്കുക. അതിന് ശേഷം നമ്മളെടുത്തിട്ട് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടുംകാട്ടം അല്ലെങ്കിൽ എല്ലുപൊടി, ഇതിലേതാ കിട്ടണമെന്ന് വെച്ചാൽ അത് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ വേപ്പും പിണ്ണാക്ക്, അത് നിർബന്ധമായിട്ടില്ല. കാരണം വേപ്പും പിണ്ണാക്കെന്ന് പറഞ്ഞാൽ കീടശല്യവും കാര്യങ്ങളും കുറഞ്ഞു കിട്ടാൻ വളരെ നല്ലതാണ്. അപ്പോൾ വേപ്പും പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഒരു 4 ഇല പ്രായമായി നിൽക്കണ തൈകളിൽ ആരോഗ്യമുള്ള തൈനെ മാത്രം പറിച്ച് നടാം. അപ്പോൾ അങ്ങനെ നട്ടാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചെടികൾ പെട്ടെന്ന് വളർന്നു വരും. അതിന് കീടശല്യവും കാര്യങ്ങളും കുറവായിരിക്കും. ആരോഗ്യം കുറവാണെങ്കിൽ കീടങ്ങളുടെ ആക്രമണം കൂടും. നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കത് വേര് പിടിച്ച് വരും. വേര് പിടിച്ച് തന്നെ വരെ നമ്മൾ ഇതിന് വളവും കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല. നനച്ച് കൊടുക്കാം, കാലത്തും വൈകിട്ടും നനയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് വേര് പിടിച്ച് കൂടുതൽ വെയിലുണ്ടെങ്കിൽ തണലും കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഒരു ചെടിയും പോകാതെ നമുക്ക് പിടിച്ച് കിട്ടുകയും കാര്യം. ഇപ്പം ഇതിന് ചെനപ്പ് വരെയും ഇപ്പോൾ കിളും തലകൾ വരെയും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് വേര് പിടിച്ചു. അപ്പം നമ്മൾ സ്ലറി രൂപത്തിലുള്ള സംഭവങ്ങൾ കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കപ്പലിൻ്റെ പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും ഒക്കെ കുളിപ്പിച്ച സംഭവം എടുത്തിട്ട് നമ്മളത് ഡൈലൂട്ട് ചെയ്ത് വെച്ച് കൊടുക്കും. കാരണം ഇത് ചെറിയ ചെടികളല്ലേ. അപ്പോൾ അങ്ങനെ ഡൈലൂട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് വളർന്നു വരെയും നല്ല ആരോഗ്യത്തോടു കൂടി വരെയും ഇതുപോലെ കായ്കൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ വെള്ളീച്ചയുടെ ശല്യ കാര്യങ്ങളും ഉണ്ടാണെങ്കിൽ നമുക്ക് വെള്ളുള്ളി വേപ്പെണ്ണ മിശ്രിതം ശരിയാക്കി അടിച്ചു കൊടുക്കാം. ഇതൊക്കെ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ചെറിയ ബിവേറിയയുടെ ഇത് കിട്ടും. അത് നമ്മൾ കീടശല്യം വന്നത് നോക്കി നിൽക്കരുത്, വരുന്നതിന് മുമ്പായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അടിയിൽ മുകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കീടശല്യം ഒരു പരിധി വരെ വരില്ല. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വന്നിട്ടല്ല നോക്കണ്ടേ, നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ചെടിയുടെ സ്പ്രേ ചെയ്ത് ചെടിയുടെ അടിയിൽക്കൂടെയും മുകളിൽക്കൂടെ സ്പ്രേ ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ഒരു പരിധി വരെ ഈ കീടങ്ങളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു നമ്മളുടെ അടുക്കളയിലുള്ള സംഭവം തന്നെ കഞ്ഞിവെള്ളം. എല്ലാവരും ചോറ് വയ്ക്കണവരാ. അപ്പോൾ ആ കഞ്ഞിവെള്ളം എടുത്തിട്ട് അത്
തണുത്ത കഞ്ഞിവെള്ളത്തിൽ നമ്മൾ 1 ലിറ്റർ വെള്ളം കൊടുക്കുക. അതിൽ 1/2 ലിറ്റർ കൂട്ടി നോക്കുക. കൂടുതൽ കട്ടിയുള്ളതാണെങ്കിൽ ഒപ്പത്തിനൊപ്പം കൂട്ടേണ്ട വരും. അപ്പോൾ ഇതിനകത്ത് ഈ കഞ്ഞിവെള്ളം ഡൈലൂട്ട് ചെയ്ത് നമ്മൾ സ്വല്പം വേപ്പെണ്ണയും കൂടി ഒരു 5 മില്ലി വേപ്പെണ്ണയും കൂടി മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ കീടങ്ങൾ ഇതുമോ വന്നിരിക്കാനുള്ള ഒരു സൗകര്യം അവർക്ക് കിട്ടില്ല. ഇങ്ങനെ നമ്മൾ ഈ കഞ്ഞിവെള്ളം ഡൈലൂട്ട് ചെയ്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കീടം വന്നു നോക്കിയാലും കീടം ഇതുമേലേക്ക് ആക്രമിക്കാൻ ഇരിക്കാനുള്ള സംവിധാനം കീടത്തിന് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ചെടിക്ക് യാതൊരുവിധ കീടശല്യവും കാര്യങ്ങളും ഉണ്ടാവും. ഇതിൻ്റെ കീടശല്യം വന്നതെന്ന് പറഞ്ഞാൽ ഇലകളുടെ അടിയിലായിരിക്കും, ഇലകളുടെ മുകളിലല്ല. അപ്പോൾ നമ്മൾ അടിഭാഗത്താണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ചിലർ പറയും മൊത്തം കുരുടിച്ച് നിൽക്കുകയാണ് അതിൻ്റെ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ആ കുരുടിച്ച ആ കൂമ്പ് നമ്മൾ നുള്ളിക്കളയാം. എന്നിട്ട് ശരിക്കും നന്നായിട്ട് വളവും കൊടുക്കണം ചെടിക്ക് വളം ഇല്ലെങ്കിൽ കുരുടിപ്പും കാര്യങ്ങളും വരാൻ ചാൻസ് കൂടുതലാണ്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ആ കുരുടിപ്പൊക്കെ മാറി നല്ല ചെടിയായിട്ട് വളരും. അപ്പോൾ കീടശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. കീടശല്യം ഇല്ലെങ്കിലും ഒരു ദിവസമെങ്കിലും ആഴ്ചയിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കീടശല്യം വരാതിരിക്കാൻ വളരെ നല്ലത്. പിന്നെ ഇത് നമ്മുടെ പച്ചക്കാന്താരിയാണ്. കാന്താരി എന്ന് പറഞ്ഞാൽ ആൾ കുഞ്ഞനാണെങ്കിലും ഭയങ്കര ഔഷധ ഗുണവും ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ചെറിയ ചെടിയാണ്, ആദ്യമായിട്ട് മുളകുണ്ടായി വന്നേക്കണതാണ്, നിറച്ച് മുളക്. അപ്പം നമ്മളിത് പറിച്ചെടുക്കണം, പഴുക്കാൻ നിൽക്കരുത്. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഉണ്ടായിപ്പോൾ കാന്താരിയുമയാണ് കൂടുതലായിട്ട് നമ്മളുടെ വെള്ളീച്ച കാര്യങ്ങൾ കൂടുതൽ വന്നെ. അപ്പോൾ ഇതുമ്പോൾ നോക്കി നിങ്ങൾ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. അത് ഇവിടെ കോരനൊക്കെ വന്നു തുടങ്ങിയിട്ട് അവനെയൊക്കെ ഞങ്ങൾ തുരുത്തും. പിന്നെ മസാജ് ചെയ്താൽ മതി, ചെറുതായിട്ട് ലൈറ്റായിട്ട് ഇത് ഇങ്ങനെ വിളിച്ചൊന്ന് മസാജ് ചെയ്താൽ മതി. വെള്ളീച്ചയൊക്കെ പമ്പ കടന്നോളും. പിന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും ഇല്ല ഇതിൽ ഇല്ല. നമ്മൾ ഇതിന് ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കേട്ടോ, വലിയ കാന്താരി ഉണ്ട്, പക്ഷേ അതിലും നല്ലത് ഈ കുഞ്ഞന് നല്ല എരിവാണ് ഇതിന്. ഇത് കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ തന്നെത്താൻ അലിഞ്ഞു പോണ ഒരു സംഭവമാണ് എല്ലാ വീട്ടിലും. ഇപ്പം നമ്മളുടെ ഈ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലെങ്കിലും ഒരു കാന്താരി മുളകെങ്കിലും എല്ലാ വീട്ടിലും വേണം. ഇതിപ്പോൾ ഈ വേനൽക്കാലവും കാര്യങ്ങളൊക്കെയാണ്, മോരും വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്തൊരു 2-3 എണ്ണം അതിനകത്തേക്ക് നമ്മൾ പൊട്ടിച്ച് ചതച്ചിട്ട് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റിയും ഇത്രയും ഗുണമുള്ള ഒരു സംഭവമില്ല. അടുത്തത് നമ്മളുടെ വെള്ളക്കാന്താരിയാണ്. ഇത് കണ്ട, ഞാനിങ്ങനെ സപ്പോർട്ടും ഒക്കെ കൊടുത്തിരിക്കുക. ഇത് കണ്ട, നല്ല വലിപ്പത്തിലുള്ള മുളകാണ്, നിറച്ച് മുളകാണ്. നമ്മൾ കൂടുതലായിട്ട് മീന് കൊടുക്കണ വളമെന്ന് പറഞ്ഞാൽ സ്ലറിയാണ് കൊടുക്കണം. അത് ഇത്രയും വലിയ ചെടിയാകുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഡൈലൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ ചെടിയാണെങ്കിൽ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചെടി പോകും. ഇതിപ്പോൾ വളർന്നു പോകണണ്ട, ഇത് ശരിക്കും നല്ല വലിപ്പമുള്ള ചെടിയായി കിട്ടും. എന്നാൽ ഇങ്ങനത്തെ ചെടികൾക്കെന്ന് പറഞ്ഞാൽ 100% വെയിലിൻ്റെ ആവശ്യമില്ല, ഒരു 50% വെയിൽ കിട്ടിയാൽ മതി. അപ്പോൾ ഇവർ ശരിക്കും വളരും. ഫുൾ വെയിലാണെങ്കിൽ ഇതിന് കുരുടിപ്പും കാര്യങ്ങളൊക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് വെയിൽ കൊണ്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നോർമൽ വെയിൽ, ഇവിടെ മറ്റ് സംഭവങ്ങളൊക്കെ നിൽക്കണ കാരണം അത്യാവശ്യത്തിന് വെയിൽ. എന്നാൽ തീരെ വെയിലില്ലെങ്കിലും നമുക്ക് കായ ഉണ്ടായി കിട്ടില്ല. ഞങ്ങളിപ്പോൾ ഒഴിക്കണത് ബയോഗ്യാസിൻ്റെ സ്ലറിയാണ്. അല്ലെങ്കിൽ അതിന് മുമ്പ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബയോഗ്യാസിൻ്റെ സ്ലറി ഉണ്ടാവുമല്ലോ. അപ്പോൾ കപ്പലണ്ടി പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും ശർക്കരയും കൂടി പുളിപ്പിച്ച് നമ്മൾ ചെറിയ ചെടിയാണെങ്കിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കുക. അത് പുളിപ്പിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കണം. ചെറിയ ചെടിയാണെങ്കിൽ 1 കപ്പ് എടുത്തിട്ട് 10 കപ്പെങ്കിലും വെള്ളം ചേർത്ത് ഒഴിക്കുക. ഇതിപ്പോൾ ഇത്രയും വലിപ്പമുള്ള ചെടിയാണെങ്കിൽ 1 കപ്പ് എടുത്തിട്ട് ഒരു 5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഒഴിച്ചു കൊടുക്കാം, 2-3 ദിവസം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾ സ്ലറി ഒഴിക്കണത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ സ്ലറി ഒഴിച്ചു കൊടുക്കും. നനയ്ക്കണതിന് പകരമായിട്ടാണ് ചെയ്യണത്. അല്ലാത്ത ദിവസം ഇപ്പോൾ ഇന്ന് സ്ലറി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളെ വെള്ളത്തിൽ നനച്ചു കൊടുക്കും, പിറ്റേ ദിവസം വീണ്ടും സ്ലറി ഒഴിച്ചു കൊടുക്കും. അതാണ് ഇത്ര പവറിലും നല്ല ആരോഗ്യത്തിലാണ് നിൽക്കണം. കണ്ട, ചെടിയുമ്പോൾ ഒരു കംപ്ലൈൻറ്റും ഇല്ല, നിറച്ച് കായ്കളും ഉണ്ട്. പിന്നെ അടുത്ത നല്ല വലിപ്പത്തിലാണ് ഈ കാന്താരി മുളക് ഉണ്ടായിരിക്കുന്നത്. കണ്ട, നമ്മുടെ അടുത്ത കുഞ്ഞമുളകാണ്, ചെറിയതായിട്ട് തന്നെ ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ എല്ലാ ശിഖരങ്ങളിലും നിറച്ച് പൂവും കായ. ഇപ്പോൾ ചുരുക്കം നമ്മളുടെ ഇതുമ്പോൾ തന്നെ ഉണ്ടായി നിൽപ്പുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും ശർക്കരയും കൂടി പുളിപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ സെയിം നല്ല ഇതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും.
ഇപ്പോൾ നമ്മുടെ വളം നന്നായിട്ട് കുറവാണെങ്കിൽ ചെടി അതുപോലെ വളരുള്ളൂ. ഇപ്പോൾ വളത്തിൻ്റെതാണ് ഇപ്പോൾ ഈ കാണുന്ന റിസൾട്ട് അല്ലേ? അതെ, റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ ഓരോ മുകുളങ്ങളിലും നിറയെ പൂവാ. ഇപ്പോൾ അത് ഈ ഇവിടെ 2-3 ഇതുണ്ട് കണ്ട, ഇത്രയും. ഇപ്പോൾ ഈ ചെടിക്ക് താങ്ങാവുന്ന കൂടുതൽ മുളക് ഇതുമേയായി. അപ്പോൾ നല്ല ബുഷിയായിട്ട് കൂടുതൽ മുളകുണ്ടാവാനായിട്ട് നമ്മൾ ഒരു 10 പാകത്തിന് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് നുള്ളി കൊടുക്കുക. ഈ ഒരു പോർഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കൂടുതൽ ശിഖരങ്ങൾ ബ്രാഞ്ചസ് ഉണ്ടായിട്ട് കൂടുതൽ മുളക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോൾ ഈ ശിഖരം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈക്ക് ഇപ്പം ഇത് ഇവിടെ വെച്ച് ഇതാണ്ട് കൈക്കുകയാണ്, നുള്ളി കളഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇതുമേന്ന് ഈ ശിഖരങ്ങളൊക്കെ പെട്ടെന്ന് വലുതാവും. അതുപോലെ ഈ ഒരു മുളക് തന്നെ നമ്മുടെ വേറെ പറമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊന്നും മുളക് ഉണ്ടാവത്തില്ലായിരുന്നു. മുളകുണ്ടാകുന്നത് പോരായ ഇത് ഭയങ്കര ഹൈറ്റിൽ പോയതാണ്. ഇതിപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്നതാണ് കണ്ട. എന്നിട്ടും നന്നായിട്ട് വേറൊരു മുളകിനെ ഞാൻ കാണിച്ചത് വേണ്ട. ഇത് തന്നെ നമ്മുടെ ഇവിടുത്തെ വേറൊരു ചട്ടിയിൽ നിൽക്കുന്നത് വേണ്ട, അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മുളകാണ് ഇത്. നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ചെടി പോലെ വളർത്താം. നല്ലൊരു ഭംഗിയുള്ള പൂവിന് പകരമായിട്ട് മുളകുണ്ടാവും. സ്റ്റീവൻ ചേട്ടൻ അടുത്ത ആളെയും കൊണ്ട് വരുന്നുണ്ട്. അവിടെ വെച്ച് ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണം. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലർ പറയും മണ്ണ് കിട്ടാനില്ല. അങ്ങനെ ഒരു വെട്ടുകല്ലിൻ്റെ കഷ്ണം കിട്ടിയാലും അല്ലെങ്കിൽ കുറച്ച് ഈ ഇപ്പോൾ വീട് പണിതൊരുക്കൊക്കെ മെറ്റിലൊക്കെ ബാക്കിയുണ്ടാവും. അപ്പോൾ ഒരു ചട്ടി എടുക്കുക, അതിൽ മെറ്റിലിട്ട് കൊടുക്കുക, അതിൽ നമ്മൾ ഒരു മുളകിൻ്റെ 2-3 അരി ഇട്ട് കൊടുക്കുക. അത് പറിച്ച് വയ്ക്കാൻ നിൽക്കരുത്. അതിലിട്ട് കൊടുക്കുക, അത് മുളച്ച് വരും. അതിൽ മുളച്ച് വരുമ്പോൾ അതിൻ്റെ വേരുകൾ ഈ കല്ലിനോടൊക്കെ ചുറ്റി നിൽക്കും. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഡെയിലി 2 നേരം നമ്മൾ നനച്ചു കൊടുക്കുന്നത് ഈ ഒന്നില്ലെങ്കിൽ ജൈവ സ്ലറി അല്ലെങ്കിൽ നമ്മൾ ഈ പുളിപ്പിച്ചത്. ഇത് കണ്ട വെട്ടുകല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോളും അതൊക്കെ ഉണ്ട്. ഈ ചെടി നല്ല സ്ട്രോങ് ആണ് കണ്ട. നമ്മൾ അനക്കിയാലൊന്നും അനങ്ങില്ല. അതിൻ്റെ വേരുകൾ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളുടെ ഒരു പരീക്ഷണമാണത്. ഇപ്പോൾ ഇതിൽ മുളകായി കണ്ട, പൂവിട്ട് പിന്നെ 2-3 പൂവിട്ട്. ഓവർ വെയിലിൻ്റെ ആവശ്യമില്ല, തണലോട് കൂടിയ സ്ഥലത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇനി ഞാൻ എൻ്റെ ഇവിടുത്തെ കുറച്ച് ഫേവറേറ്റ് ചീരകളെ കാണിച്ചു തരാം. ഇത് നമ്മുടെ സാമ്പാർ ചീരയാണ് കണ്ട. വയലറ്റ് കളറിലെ പൂവാണ് ഇതിനുണ്ടാകുന്നത്. ഇതിൽ കുറച്ചിങ്ങനെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കായ പോലെ ഉണ്ടാകും. അതിൽ നമ്മൾ നെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ള കളറിലെ സീഡ്സാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല പാകമാകുമ്പോൾ കറുത്ത കളറിലെ കുറേ തരിതരി പോലെ ഉണ്ടാകും. കണ്ട, ഇതിൽ കണ്ട, ഇതങ്ങ് വീണ് കഴിഞ്ഞാൽ നിറയെ ചെടി പിടിക്കും. ഇത് സാമ്പാർ ചീരയാണ്. നമുക്ക് പരിപ്പും കൂടിയൊക്കെ കറി വെക്കാൻ നല്ലതാണിത്. പിന്നെ അടുത്തതാണ് നമ്മുടെ മണിത്തക്കാളി. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഇതാണ്. വയറിലെ അൾസർ, വായിലെ അൾസർ, ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കായ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കായ ഉണ്ടായിട്ടുണ്ട്. ഞാനിതെപ്പോഴും ഇത് കണ്ട ഉണ്ടായി നിൽക്കുന്നുണ്ട. ഞാനിതെപ്പോഴും പറിച്ചിട്ട് വെറുതെ നിന്നാൽ മതി. നമ്മളിത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇത്രയും മണിത്തക്കാളി കിട്ടിയിട്ടുണ്ട്. ഞാനിതിങ്ങനെ കഴുകി ഇടയ്ക്ക് തിന്നും, ഇടയ്ക്ക് സ്റ്റീവൻ ചേട്ടന് കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ 2 തരം ചീര കണ്ടല്ലേ, ഇതിലും ചീരയുടെ ഇനത്തിൽപ്പെടാം. പിന്നെ ഇത് നമ്മുടെ റെഡ് ചീരയാണ്. ഇത് ഭയങ്കര മുരടിച്ച് ഇവിടെ നിന്നാണ്. ഇത് വഴിയിൽ നിൽക്കുകയാണ്, എന്നാലും ഞങ്ങളിത് കളയാതെ നിൽക്കുവായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ബയോഗ്യാസിൻ്റെ സ്ലറിയൊക്കെ ഇവിടെ ഒഴിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫ് വന്നിരിക്കുന്നത്. ഇവിടെ മണിത്തക്കാളി, അതുപോലെ തന്നെ സാമ്പാർ ചീര. അപ്പോൾ ഇവിടെ നമ്മുടെ സാമ്പാർ ചീരയുണ്ട്, അതേപോലെ തന്നെ പൊന്നാങ്കണ്ണി ചീരയുണ്ട്, പിന്നെ ദേ ഇവിടെ മണിത്തക്കാളിയുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചെമ്പരത്തിയാണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തി പൂ വാടി കഴിയുമ്പോൾ നമ്മളിതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ അടർത്തി നമ്മൾ പച്ചമുളകിൻ്റെയൊക്കെ ചുവട്ടിലിട്ട് കൊടുത്താൽ ഇത് ഹെൽത്തി ആയിട്ട് വളരാനായിട്ട്, നല്ല ആരോഗ്യത്തോടെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ചെമ്പരത്തിപ്പൂ. ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണ്. ഇതിങ്ങനെ മുറ്റത്തേക്കൊക്കെ വളർന്ന് വരുവാണ്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല വലിയ 2-3 മധുരക്കിഴങ്ങ് കിട്ടിയ കാര്യം. ഇത് ഇത്ര മണ്ണിളക്കമുള്ള പ്രദേശമൊന്നും അല്ലായിരുന്നു, പക്ഷെ എന്നാലും ഇതിൽ നന്നതുണ്ട്. ഈ ഭാഗത്ത് ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഒന്ന് പറിച്ച് കളയാനായിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇനി ഇവിടെ വെങ്ങാണ്ടൊക്കെ ഉണ്ടെന്നാണ് സ്റ്റീവൻ ചേട്ടൻ പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ പറിക്കുമ്പോൾ ഇങ്ങനെ വലിക്കും പറയുക. കണ്ട, ഇതിവിടെ കണ്ട, ഇത് വരുന്നില്ല. ഇതൊരു മധുരക്കിഴങ്ങ. പറിക്കാം, വൈകുന്നേരം പറിച്ചിട്ട് പുഴുങ്ങാം, നല്ലതാണ്.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.